SUV-കളോട് നമ്മൾ മിക്കവർക്കും ഒരു പ്രത്യേക പ്രതിപത്തിയുണ്ട്. പ്രത്യേകിച്ചും ഒരു അഡ്വഞ്ചർ റെഡി ഫാമിലി SUV ആണെങ്കിൽ അവയിൽ പലതും ക്ലാസിക്സാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ക്ലാസിക് അഡ്വഞ്ചറേഴ്സിനെ അനുസ്മരിപ്പിക്കുന്ന ഡിസൈൻ ശൈലിയുള്ള ചില മോഡലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് ബൈക്ക് മോട്ടോറിന്റെ ഏറ്റവും പുതിയ ഫാമിലി മിഡ് സൈസ് SUV BJ30. കാഴ്ചയിലെ സാഹസികത മാത്രമല്ല, ആധുനിക ടെക്നോളജീസ്, അത്യാവശ്യം ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി, ഇതെല്ലാം കൂടാതെ ഒരു ഭൂമിയെ സ്നേഹിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് വെഹിക്കിളാണ് BJ30. അതെ, ഇതൊരു ഹൈബ്രിഡ് വെഹിക്കിളാണ്. കേപ്പബിലിറ്റിയോടൊപ്പം നല്ല ഫ്യൂവൽ ഇക്കോണമി തരുന്ന ഒരു ഓഫ് റോഡിംഗ് SUV ഫാമിലി വെഹിക്കിൾ. ആ ഫ്രണ്ട് ഡിസൈൻ തന്നെ നോക്കൂ, ഒരു 5 പാർട്ട് ഹെഡ്ലൈറ്റ് ഡിസൈൻ, അതുപോലെ SUV-കൾക്ക് ചേർന്ന ഒരു റീഇൻഫോഴ്സ്ഡ് ബമ്പർ, 19-ഇഞ്ച് അലോയ് വീൽസ് ഇൻ ബ്ലാക്ക്, പിന്നെ പില്ലർ, കനത്ത പില്ലേഴ്സോടുകൂടി ചേർന്ന പിൻഭാഗത്തെ ഡിസൈൻ, പുറകിലത്തെ ലൈറ്റ്സ്, റൂഫ് റെയിൽസ്, കരുത്തുറ്റ റൂഫ് റെയിൽസ്, ഇതെല്ലാം കൂടെ ചേർത്ത് ശരിക്കും ഈ പറയുന്ന ക്ലാസിക് SUV-കളെ അനുസ്മരിപ്പിക്കുമ്പോഴും സ്വന്തമായ ഒരു വ്യക്തിമുദ്ര നിർമ്മിച്ചെടുക്കുകയാണ് BJ30. മുന്നിലും പിന്നിലും ഫുൾ LED ലൈറ്റ്സ് ആണ്, ഫോഗ് ലാംപ്സ് ഉണ്ട്. ബൈക്ക് മോട്ടോഴ്സ് ഇതിനെ വിളിക്കുന്നത് ഇൻറ്ററാക്റ്റീവ് ലൈറ്റ്സ് എന്നാണ്. വരവേൽക്കുമ്പോഴും യാത്ര പറയുമ്പോഴും ഇവരുടെ ഒരു ലൈറ്റ് ഷോ ഉണ്ട്, നല്ല രസമാണ്. കീലെസ് ആണെന്ന് മാത്രമല്ല, അൺലോക്ക് ചെയ്യാൻ വെറുതെ നടന്നെടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവും. അതുപോലെ തന്നെ തിരിച്ച് നടന്നകലുമ്പോൾ ഓട്ടോമാറ്റിക് ലോക്ക്. ഇപ്പോൾ അൺലോക്കായി. ആ മിറർ ഇങ്ങനെ വിടർന്നു വരുമ്പോൾ ആ ലോഗോ എഴുതിയ വെൽക്കം ലൈറ്റ്സ് താഴേക്ക് തെളിയും, നിഴലിൽ കാണാം. പില്ലേഴ്സിലെ ഈ ഗ്രാഫിക്സ് കണ്ടോ, രസമില്ലേ? ഓൾ വീൽ ഡ്രൈവ്. ഇത് ഡ്യുവൽ മോട്ടോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീൽസിനും ബാക്ക് വീൽസിനും സെപ്പറേറ്റ് മോട്ടോഴ്സാണ്. ഈ ക്രോം ആൻഡ് ബ്ലാക്ക് ഡ്യുവൽ ടോൺ അലോയ്സ് കാണാൻ രസമുണ്ടെന്ന് മാത്രമല്ല, ഇത് റോൾ ചെയ്യുന്നത് കാണാൻ ഗംഭീരമാണ്. അപ്പോൾ അത്രയൊക്കെയാണ് പുറത്തെ വിശേഷങ്ങൾ. ഇല്ല, ഒന്നുകൂടിയുണ്ട്. മാറ്റ് ഗ്രേ എന്ന് ഇവർ വിളിക്കുന്ന കളർ, നല്ല ഒന്നാം തരം മാറ്റ് ഫിനിഷ്. BJ30യുടെ നീളം 4.73 മീറ്റേഴ്സാണ്, സാക്ഷാൽ ഡിഫൻഡറേക്കാൾ 1 ഇഞ്ച് കുറവ്. പക്ഷേ ഉയരം 18 സെൻറ്റിമീറ്റർ, ഏകദേശം 7 ഇഞ്ച് കുറവുണ്ട്. അതുകൊണ്ട് കുറേ കൂടെ ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ 215 മില്ലിമീറ്റർ. സാമാന്യം ഹെവി ഫീലുള്ളൊരു കാറാണ്. BJ30യുടെ സ്റ്റോറേജ് സൗകര്യം ഫ്ലെക്സിബിളാണ്. സീറ്റുകൾ ഓരോന്നായി പിന്നിൽ മടക്കാമെന്ന് മാത്രമല്ല, 1496 ലിറ്റർ ഡിക്കി സ്പേസ് ഉണ്ട്. ശരിക്കും ഫാമിലി സൈസ് സ്റ്റോറേജ്. ക്യാമ്പിങ്ങിനൊരു നല്ല ഫീച്ചറുണ്ട്. ഓക്സിലറി ബാറ്ററി ഇത് അവിടെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് മ്യൂസിക് സിസ്റ്റവും എക്വിപ്മെൻറ്റും മറ്റും കണക്ട് ചെയ്യാം. മാത്രമല്ല, ആ ഡാഷ് ബോർഡിൽ ഒരു ബാറ്ററി ബട്ടൺ ഉണ്ട്. അത് അമർത്തിയാൽ എൻജിൻ റണ്ണിങ്ങിലായിരിക്കുന്നത് കൊണ്ട് ബാറ്ററി ഡ്രെയിൻ ആയി പോവില്ല. ക്യാമ്പിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇനിയൊരു കാര്യമുണ്ട്. ഇത് ക്യാമ്പിംഗ് ടേബിൾ റെഡി. കയറാൻ സൈഡ് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുക്കാൻ വിട്ടുപോയി, ബാക്കി എല്ലായിടത്തും ഉണ്ട്. ഈ ക്യാബിൻ, BJ30യുടെ ക്യാബിൻ ഭയങ്കര കംഫർട്ടബിളാണ്. ശരിക്കും ഒരു കംഫർട്ടബിൾ എൻവയൺമെൻ്റ് ആണ്. നാപ്പ ലെതർ സീറ്റ്സ്, സാധാരണ പ്രീമിയം കാർസിൽ കണ്ടുവരുന്ന നാപ്പ ലെതർ സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ കൂൾഡ് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഈ ഫ്രണ്ടിലുള്ളത്. മാത്രമല്ല, ഇലക്ട്രിക്കലി മൂവ് ചെയ്യാൻ പറ്റുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ്. ഈ ആംറെസ്റ്റ് സ്റ്റോറേജിന് 2 ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇതൊരു കൂൾ ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ തണുപ്പിക്കാനൊക്കെ വയ്ക്കാം. പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും ഇതിൽ സ്റ്റോറേജിനും കൂടെ യൂസ് ചെയ്യാൻ തക്കവണ്ണം വളരെ തോട്ട്ഫുള്ളായിട്ടുള്ളൊരു ട്രേ കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇവിടെ ഒരു ഡബിൾ ഡെക്ക് കൂടിയുണ്ട് സ്റ്റോറേജിന്. ഡ്യുവൽ സോൺ എയർ കണ്ടീഷനിങ് ആണ്. അതുകൊണ്ട് ഡ്രൈവർക്കും പാസഞ്ചർക്കും വെവ്വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. പിന്നെ 64 ബിറ്റ് ആംബിയൻറ്റ് ലൈറ്റിംഗ്, വളരെ ഒരു കൂൾ ആറ്റ്മോസ്ഫിയർ. പിന്നെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് യാത്ര ചെയ്യാൻ. ഓരോ പാസഞ്ചർക്കും സ്വന്തമായ സ്കൈ ഉണ്ട്. ഫ്രണ്ടിലായാലും പുറകിലായാലും സീറ്റ്സ് കുറച്ച് ചാരിയിരിക്കാൻ പാകത്തിനുള്ള ഡിസൈനാണ്. പുറകിൽ ധാരാളം സ്ഥലമുണ്ട്, നല്ല ചാരിയിരിക്കാം, കാല് നീട്ടി വയ്ക്കാം. അതുപോലെ തന്നെ കംഫർട്ടബിൾ. റിയർ AC വെൻസും ഉണ്ട്. ഉള്ളിലെ ഡിസൈൻ ഡീറ്റെയിലിങ്ങിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. കണ്ടോ,
ശരിക്കും ഒരു ഓഫ് റോഡ് വെഹിക്കിളിന് ചേരുന്ന രീതിയിൽ. BJ30 ടെക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു 10.25 ഇഞ്ച് ഡ്രൈവർ ഇൻഫർമേഷൻ ക്ലസ്റ്റർ ഉണ്ട്, ഒരു 14.6 ഇഞ്ച് വൈഡ് മൾട്ടിമീഡിയ സ്ക്രീൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഗാലറിയിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസും പിക്ചേഴ്സും ഒക്കെ കാണാൻ ബെസ്റ്റ്. പിന്നെ വയർലെസ് ചാർജിങ് ഡെക്ക് ഉണ്ട്, മാത്രമല്ല ഇത് ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ആണ്. പിന്നെ USB പോർട്സ് ഉണ്ട്, അത് A ടൈപ്പും C ടൈപ്പ് പോർട്ടും അവൈലബിൾ ആണ്. മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു 8 സ്പീക്കർ പ്രീമിയം മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഡ്രൈവിംഗ് മോഡ്സ് പലതുണ്ടെന്ന് പറഞ്ഞല്ലോ, കംഫർട്ട്, ഈക്കോ, സ്പോർട്ട്, കൂടാതെ ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് മടി റോഡ്സ്, സാൻഡ്, എന്തിന് ചെറിയ വെള്ളക്കെട്ടിലൂടെ പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ള വെയ്ഡിങ് മോഡ് വരെ ഉണ്ട്. പാർക്കിംഗ് ലോട്ട് മുതൽ ഓഫ് റോഡിങ് വരെ പല വെല്ലുവിളികൾക്കും ചേർന്ന ക്യാമറ സിസ്റ്റം ഉണ്ട്. ഒരു 360 ഡിഗ്രി ക്യാമറയാണ്, ടോപ്പ് ആംഗിൾ വ്യൂ ഉണ്ട്. അതുകൂടാതെ പല ക്യാമറ പ്ലേസ്മെൻറ്റ്സിലൂടെ ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും സൈഡിലായാലും ഒക്കെയുള്ള തടസ്സങ്ങൾ എന്തൊക്കെ എന്ന് തിരിച്ചറിയാൻ പാകത്തിനുള്ള ക്യാമറ സിസ്റ്റം. ഓഫ് റോഡിൽ മറ്റും ഡ്രൈവ് ചെയ്യുമ്പോൾ വിളിപ്പുറത്ത് ക്യാമറയ്ക്കായിട്ട് ഒരു 360 ഡിഗ്രി ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗിന്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സൈഡ് ക്യാമറ ഇൻഡിക്കേറ്ററുമായിട്ട് ലിങ്ക്ഡ് ആണ്. സോ നമ്മൾ ലെഫ്റ്റ് ഓർ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ആ സൈഡിലെ എന്താണ് ഒബ്സ്റ്റക്കിൾ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷേ അത് ലോ സ്പീഡിൽ മാത്രം ആക്റ്റീവ് ആയതുകൊണ്ട് ഒന്നുകിൽ പാർക്കിംഗ് ലോട്ട്സിൽ അല്ലെങ്കിൽ ഈ ഓഫ് റോഡിംഗ് ടെറൈൻസിൽ അവിടെയാണ് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്നത്. ഇനി പാസഞ്ചർ സേഫ്റ്റി, 8 എയർ ബാഗ്സ് ഉണ്ട്. ഡ്രൈവർക്കും പാസഞ്ചർക്കും ഫ്രണ്ട് ആൻഡ് സൈഡ് എയർ ബാഗ്സ്, പിന്നെ സൈഡ് കർട്ടൺ എയർ ബാഗ്സ്, അങ്ങനെ 8 എണ്ണം. ഒരു കാലത്ത് പ്രീമിയം കാറുകളിൽ മാത്രം കണ്ടിരുന്ന അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സിൻ്റെ ഒരു ബണ്ടിൽ തന്നെയുണ്ട് ഈ കാറിൽ. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, അഡ്വാൻസ് ക്രൂസ് കൺട്രോൾ, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, എമർജൻസി ബ്രേക്കിംഗ്, ഫ്രണ്ട് കൊളിഷൻ വാർണിംഗ് എന്ന് വേണ്ട ചുറ്റുപാടും ഉള്ള തടസ്സങ്ങൾ അറിഞ്ഞ് നമ്മളെ വോൺ ചെയ്യാനും വേണ്ടി വന്നാൽ ബ്രേക്ക് ചെയ്യാനും കഴിയുന്ന ടെക്നോളജീസ്. ഇതിൽ ഹെവി ആയിട്ടുള്ള ഒരു മിഡ് സൈസ് SUV എന്ന നിലയിൽ ഇതിൻ്റെ ഡ്രൈവിംഗ് കുറേ കൂടെ സിമ്പിൾ ആൻഡ് സേഫ് ആക്കുന്ന ചില ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് ബ്രേക്ക് ഹോൾഡ്, അതുപോലെ കോർണറിംഗ് ബ്രേക്ക് കൺട്രോൾ, പിന്നെ ആൻറ്റി റോൾ ഓവർ കൺട്രോൾ സിസ്റ്റം. ഇതൊക്കെ കുറേ കൂടെ സ്റ്റെബിലിറ്റി നൽകും. അത്യാവശ്യം ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു വെഹിക്കിളാണ് BJ30. ഇൻഫാക്ട് മൾട്ടി ടെറൈൻ മോഡ്സും ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് 215 mm ആണ്. മാത്രമല്ല എയർ സസ്പെൻഷൻസിൽ റൈസ് ചെയ്യുന്ന ഒരു എക്സ്പെൻസീവ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഓഫ് റോഡിങ് കാർ അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഈ കേപ്പബിലിറ്റി ഇൻക്ലൂഡിങ് വെയ്ഡിങ് എല്ലാം ഒരു ലൈഫ് സ്റ്റൈൽ ബോണസായി കണക്കാക്കിയാൽ മതി. BJ30 ഒരു ഹൈബ്രിഡ് വെഹിക്കിളാണ്. അതായത് ഒരു പെട്രോൾ എഞ്ചിനും 2 ഇലക്ട്രിക് മോട്ടറുകളും ചേർന്നാണ് ഇതിനെ ചലിപ്പിക്കുന്നത്. ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ ഒരു 1.5 ലിറ്റർ ടെർബോ എഞ്ചിനാണ്, 155 ഹോഴ്സ് പവറും 230 ന്യൂട്ടൺ മീറ്റർ ടോർക്കും. ഈ 2 ഇലക്ട്രിക് മോട്ടോഴ്സും കൂടെ നൽകുന്നത് 250 ഹോഴ്സ് പവറും 450 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. അതായത് ഹൈവേ സ്പീഡിലായാലും ഓഫ് റോഡിങ്ങിനായാലും ഒക്കെ വേണ്ടത്ര പവർ. പിന്നെ ഒരു 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ്. ഇതിൻ്റെ ഫ്യൂവൽ ഇക്കോണമി ആണെങ്കിൽ ഓഫ് കോഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. 19.2 km/ലിറ്റർ ആണ് അവർ പ്രോമിസ് ചെയ്യുന്നത്. അത് 51 ലിറ്റർ ടാങ്കിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ ഓടാമെന്നാണ് പറയുന്നത്. പക്ഷേ ഏറെക്കുറെ അത് ശരിയാണ്. 17 കിലോമീറ്ററിന് മേൽ എനിക്ക് പെർ ലിറ്റർ കിട്ടുന്നുണ്ടായിരുന്നു പല ഡ്രൈവുകളിൽ. ഒരു ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന രീതിയിൽ ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് അല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ എവിടെയും കൊണ്ടുപോയി ചാർജ് ചെയ്യേണ്ട, പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൺ ദ ഗോ ചാർജിങ് ആണ്. ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഇതിൻ്റെ മോട്ടറിനെ ഇതിൻ്റെ ബാറ്ററിയെ ചാർജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെയും നിർത്തി ചാർജ് ചെയ്ത് സമയം പോകുക എന്നൊരു പ്രശ്നമേ വരുന്നില്ല. മിക്ക ഇലക്ട്രിക് വെഹിക്കിൾസിലും ഡ്രൈവിംഗ് റേഞ്ച് കൂട്ടാനായിട്ട് ബ്രേക്ക് എനർജി തിരിച്ചു പിടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഇതിലുമുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് അത് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ. ഇതിൽ അത് ലോയിൽ വെച്ചാലും ഹൈയിൽ വെച്ചാലും അത്ര കണ്ട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് മിക്കവർക്കും ഇതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് ഫീൽ ഇഷ്ടപ്പെടും. ഈ ഹൈബ്രിഡ് ഡ്രൈവ് ട്രെയിനിൻ്റെ ഇലക്ട്രിക് മോട്ടറാണോ പെട്രോൾ എഞ്ചിനാണോ ഇതിനെ ചലിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോ സമയത്തും ആവശ്യപ്പെടുന്ന പവർ അനുസരിച്ചിരിക്കും. അതെല്ലാം നമുക്കിവിടെ കാണാം, ഏത് മോഡാണെന്നുള്ളതും. അതുപോലെ തന്നെ ഈ പെട്രോൾ എഞ്ചിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇലക്ട്രിക് മോട്ടോർ ചാർജ് ആവുന്നു, ബാറ്ററി ചാർജ് ആവുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. ഹൈവേയിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നിശബ്ദമായ റൈഡാണ്, ഒരു ഹൈബ്രിഡ് SUVക്ക് ചേർന്ന പോലെ. ആവശ്യത്തിന് പവർ ഉള്ളതുകൊണ്ട് മാത്രമല്ല, കോർണർ ബ്രേക്കിംഗ് കൺട്രോൾ തുടങ്ങിയ ടെക്നിക്കൽ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് ഹാൻഡ്ലിംഗ് വളരെ സ്മൂത്താണ്. പിന്നെ ഒരു മിഡ് സൈസ് SUV ആണെങ്കിലും ഇതിന് കുറച്ചുകൂടി ഒരു ഹെവി ഫീൽ ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു ലാർജർ SUVയുടെ ശൈലിയിലാണ് ഇതിൻ്റെ ഒരു ഡ്രൈവ്. കുറച്ച് ബോഡി ലീനൊക്കെ. ഓഫ് റോഡ് വെഹിക്കിൾ പോലെ സ്റ്റൈലിംഗ് മാത്രമല്ല, അത്യാവശ്യം ടെറൈൻസിലൊക്കെ കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു എക്വിപ്ഡ് കൂടിയാണിത്.
ബൈക്ക് മോട്ടോറിന്റെ ഡീലേഴ്സായ അൽഷാലി മോട്ടോയിൽ BJ30യുടെ LV5 എന്ന ഈ ടോപ്പ് എൻഡ് മോഡലിൻ്റെ വില ഒരു പ്ലസൻറ്റ് സർപ്രൈസാണ്. 1,27,000 ദിറവും വാറ്റും. ഒരു ഫാമിലി അഡ്വഞ്ചർ SUV വെഹിക്കിൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, നല്ല ഫ്യൂൽ ഇക്കോണമിയോടെ ഹൈബ്രിഡ് യുഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് BJ30 ഒരു നല്ല ടെസ്റ്റ് ഡ്രൈവ് ആയിരിക്കും.